ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാനുള്ളതേ ഒരു വീടിൻ്റെ മുന്നിലോട്ടോ. ഈ ഒരു വീടിൻ്റെ മുന്നിൽ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് കാണാനുള്ള ഒരു വെറൈറ്റി വർക്കാണ്, ഒരു കിണറിൻ്റെ വർക്കാണ്. ഇവിടെ കിണറിൽ നമ്മളെ ബാബേട്ടൻ്റെ കളിമൺ റിങ് ഇറക്കുന്നുണ്ട്. ബാബേട്ട നമസ്കാരം. അപ്പോൾ ഇവിടെ കളിമൺ റിങ് ഇവിടെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ വന്നപ്പോൾ നിങ്ങൾ കിണറിൽ ഇറക്കണ സംഭവം ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ ഒരു വെറൈറ്റി സൂപ്പർ കിണറിൽ ഇടിഞ്ഞ കിണറല്ല കേട്ടത്. ഇത്തരം ഇടിഞ്ഞ കിണറിലുണ്ടല്ലോ റിങ് ഇറക്കിയിട്ട് ഏകദേശം പകുതി മുക്കാലായിട്ടുണ്ട് അല്ലേ? ആ 4 ഇനി ഇറക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇടിഞ്ഞ കിണറൊക്കെ ഇതുപോലെ എങ്ങനെ ഇടിഞ്ഞ കിണർ നമ്മൾ റെഡിയാക്കി കൊടുക്കും. ഇതുപോലെ എങ്ങനെ റിങ് ഇറക്കി നല്ല ശുദ്ധ വെള്ളമാക്കി കൊടുക്കും. ഇതിപ്പോ ഫുള്ളായിട്ട് കോൺക്രീറ്റിന്റെ റിങ് ഇറക്കിയല്ലേ? പകുതി വരെ ഇറക്കിണ്ടായിരുന്നല്ലോ. ശരിക്കും ശരിക്കുള്ള പാറയായി. വെട്ടുകല്ലാണല്ലേ? ഓ അത് ശരി. കുറച്ചൊരു കോല് കഴിഞ്ഞപ്പോ വീണ്ടും ഉറപ്പില്ലാണ്ടായി, ചളിയായി. വീണ്ടും ഇടിഞ്ഞു. അപ്പൊ അതൊക്കെ നിങ്ങൾ ആ ചളിയൊക്കെ വാരിയിട്ട് ഈ റിങ് ഇറക്കിയത്. ഇതിന്റെ ഉറപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഇടിഞ്ഞ കിണറിലും ഇതുപോലെ നല്ല സ്ട്രോങ്ങിൽ നിൽക്കും അല്ലേ? നമുക്ക് കല്ലും ചെങ്കല്ലും ഉപയോഗിച്ചിട്ടോ ഇഷ്ടിക ഉപയോഗിച്ചിട്ടോ ഇതുപോലെ കോൺക്രീറ്റിന്റെ റിങ് ഉപയോഗിച്ചിട്ടോ ഒക്കെ കെട്ടാം. പക്ഷെ ഈ മണ്ണിന്റെ ഇതുപോലെ ചുട്ടെടുത്ത റിങ് ഉപയോഗിച്ചിട്ട് കെട്ടിയാൽ അതൊരു വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതായത് കൂജയിലെ വെള്ളം, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ കൂജയിലെ വെള്ളം കിണറിലാക്കാം. അപ്പോൾ കൂജയത്തെ നല്ല മൺകലത്തിലുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങളാണ് ഈ വീട്ടിലെ ആളല്ലേ? ഞങ്ങൾ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിങ്ങളിത് കിണർ ഇടിഞ്ഞപ്പോൾ ബാബുവിനെ സമീപിച്ചായിരിക്കും അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വിളിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല, വെള്ളം കേറി പാറൊക്കെ പൊട്ടിച്ച് വെള്ളം കേറി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ശരി. അപ്പൊ ഈ പ്രാവശ്യം വെള്ളം വറ്റിച്ചിട്ട് നോക്കുമ്പോഴാണ് ഇത്ര ഇടിഞ്ഞ കാര്യം അറിയണത്. ശരി. മണ്ണൊക്കെ കയറ്റിയപ്പോഴാണ് മനസ്സിലായത് എന്തോരം അതിൻ്റെ ഉള്ളിൽ ഇടിഞ്ഞുണ്ട് അല്ലേ? അപ്പൊ ഇനി ഈ റിങ് ഇറക്കിയതുകൊണ്ട് നല്ല വെള്ളമായിരിക്കും. ഇടിയണ പ്രശ്നം ഒരു പ്രശ്നം വരില്ല. പകുതി സ്ലാബ് ഇട്ട് മൂടാ. അപ്പൊ ഇവിടെ കുറച്ച് സൗകര്യം കിട്ടാൻ വേണ്ടിട്ട് അല്ലേ? ഓ, അത്രയും വെള്ളം വരും. അപ്പൊ ആ വെള്ളത്തിന്റെ ലെവല് വരെ നമ്മളെ മണ്ണിന്റെ റിങ് അതാ മണ്ണൊക്കെ ഇടിഞ്ഞു വന്നപ്പോ ഒരു വന്നിട്ടുണ്ടായിരിക്കും. ചുട്ടെടുത്ത റിങ്. ഈ ഒരു റിങ്ങിന്റെ ഉറപ്പ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ പണി നടക്കുമ്പോൾ തന്നെ ഈ ഒരു റിങ് കാണാൻ വേണ്ടിയിട്ട് കിണറിൽ ഇറങ്ങി കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അടിപൊളി നല്ല സ്ട്രോങ്ങിൽ ഇത് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ എത്ര കാലം വേണമെങ്കിലും ഇതുപോലെ നല്ല ഉറപ്പിൽ നിൽക്കുന്നുള്ളതാണ് ഈ ഒരു കളിമൺ റിങ്ങിന്റെ പ്രത്യേകത. ഇത് ബാബട്ടാ അടിപൊളിയല്ലേ റിങ്? അതെ അതെ. അപ്പോ ഈ ഇതില് നമ്മളെ മെറ്റല് കരിയും ഒക്കെ കൂടി ഇതില് ഫില്ലാക്കൂല്ലേ ഈ ഒരു സൈഡിൽ മൊത്തമായിട്ട്? അപ്പൊ എത്ര ഇട്ടാലും ഇത് പൊട്ടിപ്പോലല്ലോ അല്ലെ? നമുക്ക് ഇതിന് സേഫ്റ്റി ആയി. അത്രയും സേഫ്റ്റിയാണ്. എത്ര ധൈര്യത്തിൽ വേണമെങ്കിലും ഇവിടെ നിൽക്കാം. അപ്പോൾ ആ രീതിയിൽ പണി നടക്കുകയാണ് ഇവിടെ. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണമാണ് നമ്മളിപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത്. ഈ വെള്ളം പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഇതിപ്പോ വറ്റിച്ച് ഒഴിവാക്കൂല. ഈ വെള്ളം ഒഴിവാക്കിയിട്ട് ഈ മെറ്റലൊക്കെ വെള്ളം അടിച്ച് കഴുകും. അപ്പൊ ഇതിലുള്ള ചളിയൊക്കെ രണ്ടാമത് ഈ ഒരു കിണറിലേക്ക് തന്നെ വരും. വീണ്ടും ആ വെള്ളം വറ്റിച്ചൊഴിവാക്കും. പിന്നെ വരുന്ന വെള്ളം നല്ല ശുദ്ധമായ നല്ല തെളി നീരായിരിക്കും. തെളി നീരുറവ വരും ഇതിനുള്ളിലൂടെയൊക്കെ. ഇതിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാലേ ഇതിനൊന്നും ഹോൾസ് കൊടുത്തില്ലല്ലോ. ഈ റിങ്ങിനൊന്നും ഹോൾസുകളില്ല. അതായത് ഇവിടെ വന്ന് നിൽക്കുന്ന വെള്ളം ഈ കളിമൺ റിങ് കുടിക്കും, ആഗിരണം ചെയ്യും. അത് കുറേശ്ശെ കിനിഞ്ഞ് നല്ല ശുദ്ധമായ വെള്ളം കിണറിലേക്ക് അരിച്ചിറങ്ങാം. അതാണ് ഇതിന്റെ മൺകൂജ. കിണർ ഒരു മൺകൂജയാക്കി മാറ്റുക, കിണർ ഒരു മൺകലമാക്കി മാറ്റുക. അങ്ങനെ കിണർ മൊത്തമായിട്ട് ഒരു മൺകലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇത് നമുക്ക് ബാക്കി മുകളിൽ നിന്ന് കാണാം. അപ്പൊ അവിടെ ഇതുപോലെ ഉരുട്ടി കൊണ്ടുപോയാലൊന്നും ഇതിന് ഒരു കുഴപ്പമില്ല. അത്രയും സ്ട്രോങ് ആണ് അല്ലേ? അതെ. അപ്പൊ ഇത്രയും വലിയ റിങ് ഈ രീതിയിൽ മതി. ഇത്രയും മതി. ഇത്രയും ഉരുട്ടി എന്ത് വേണമെങ്കിലും അത്രയും സ്ട്രോങ് ആണ് സാധനം. 1 ഇഞ്ച് 1.5 ഇഞ്ച് കനത്തോളം ഉണ്ട് അല്ലേ? 1.5 ഇഞ്ച് കനുണ്ട്. നമ്മുടെ നാട്ടിലത്തെ മണ്ണ്, അതുപോലെ ബാംഗ്ലൂർ മണ്ണ്, അതുപോലെ കുറ്റിപ്പുറം, ഭാരതപ്പുഴ സൈഡിലുള്ള മണ്ണുകൾ, അങ്ങനെ നമുക്ക് 4-5 തരം മണ്ണുകൾ ചേർത്തിട്ടാണ് നമ്മളിത് പണിയുന്നത്. അങ്ങനെ ചേർത്താലാണ് ഇതിന് കൂടുതൽ ബലം കിട്ടുക. കാരണം നമ്മളിതിൽ കനം വരുന്നുണ്ടല്ലോ സാധാരണ പാത്രങ്ങൾ പോലെ. 1.5 ഇഞ്ച് കനം വരുന്നുണ്ട്. പാത്രങ്ങൾ പോലല്ലേ? പാത്രങ്ങൾ നമുക്കൊരു ഉള്ളിപ്പൊട്ട് കനം പാത്രങ്ങളായാലും അത് നല്ല മണ്ണ് വേണം. പക്ഷെ അത് ഒരു തരം മണ്ണായാലും കുഴപ്പമില്ല. ഇതാവുമ്പോൾ നമുക്ക് 4-5 തരം മണ്ണ് കിട്ടുമ്പോൾ അതെല്ലാം കൂടി വരുമ്പോൾ ഒരു ബലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ മണ്ണ് കുഴച്ചെടുക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതെ. അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് അച്ചില്? അത് നമ്മൾ ഈ മണ്ണ് കുഴച്ചെടുത്ത സാധനം നമ്മളൊരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റിൽ പരത്തിയിട്ട് നമ്മൾ ഈ അച്ചിന്റെ മുകളിൽ
ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ച് തേമ്പി ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ആ ചൂരെടുക്കും. ആ ചൂരെടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമുക്കതൊന്ന് വലിഞ്ഞു കിട്ടും, ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിട്ടും. കൂടുതൽ ഉണങ്ങാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ ഈ ബീഡിങ് വെക്കും. ഈ പാമ്പേരി പോലെ സംഭവം വരാൻ വേണ്ടിട്ട് ബീഡിങ്. അതായത് ഈ സംഭവം ഇതിലാണ് നമുക്ക് കിണറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പടവ് പാമ്പേരി. അതുകൊണ്ട് നമ്മളത് വലിഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ റിങ്ങിനും വെക്കണം. ഓരോ റിങ്ങിനും വെക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4-5 ദിവസം കഴിഞ്ഞ് നല്ല കാലാവസ്ഥയാണെങ്കിൽ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചൂളയിൽ കയറ്റാം. 5 ദിവസം ഇതുപോലെ ഉണങ്ങാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ചൂളയിൽ കയറ്റാം. ചൂളയിൽ കയറ്റി ഒരു 3-4 ദിവസം നമുക്ക് അതിൽ വെക്കണം. 2 ദിവസം മെല്ലെ കത്തിച്ച് 2 ദിവസം കത്തിക്കണം. 2 ദിവസം മെല്ലെ കത്തിക്കണം. 3-ാം ദിവസം നന്നായി കത്തിച്ച് നല്ല കറക്റ്റ് വേവാക്കിയിട്ട് എടുക്കണം. കറക്റ്റ് വേവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പാകത്തില് അതിന്റെ എടുത്ത് ശീലമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് ഇതിനെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിന് വല്ല മെഷീനുകളോ ഒന്നുമില്ല. നമുക്ക് ഇത്ര ഡിഗ്രി ചൂടിലാണ് ഇത് വേവിക്കുന്നത്. അപ്പൊ നമുക്കത് പാരമ്പര്യമായിട്ട് അറിയണോണ്ട് നമുക്കറിയാം ഏത് ലെവലിലാണ് നിർത്തേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിർത്തുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലുള്ള വേവ് കിട്ടും. ആ ഒരു വേവാണ് ഈ ഒരു മണ്ണിന്റെ റിങ്ങിന്റെ ഉറപ്പും കറക്റ്റ് വേവാണെങ്കിലാണ് ഇതുപോലെ ഒരു കളറും നമുക്ക് കിട്ടുക. അപ്പൊ ഈ ഒരു റിങ് നമുക്കിത് ഇങ്ങനെ ഉരുട്ടിയാലും മറച്ചാലും ഉണ്ടാവില്ല. എത്ര കാലം കഴിഞ്ഞാലും ഇത് കേട് വരില്ല. അതുപോലെ ഇപ്പൊ കളിമണ്ണ് നമ്മൾ കണ്ടില്ല. നമ്മൾ കളിമണ്ണ് കാണുമ്പോ ഈ വേറൊരു സ്ലേറ്റിന്റെ കളറും പല രീതിയിൽ ചാര കളറൊക്കെ ആയിരിക്കും. പക്ഷെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ കിട്ടണം. നമ്മളത് കളർ അടിച്ചിട്ടോ പെയിന്റ് അടിച്ചിട്ടല്ല, അത് ശരിക്കുള്ള വേവ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കളിമണ്ണ് ഈ കളറായി മാറും. ഒരുപാട് വർഷം പഴക്കമുള്ള കിണറുകളിലൊക്കെ പാത്രങ്ങളൊക്കെ നന്നങ്ങാടിയൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുന്ന കാലത്ത് അതിനൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. അടുത്ത കാലത്ത് കൊടുങ്ങല്ലൂര് ഒരു കിണർ ഇതുപോലെ കണ്ട് കിട്ടിയത് നമുക്ക് മണ്ണിന്റെ കിണർ ആളെന്തോ വെറുതെ കുഴിച്ച സമയത്ത്. അപ്പൊ അത് എത്രയോ വർഷം പഴക്കുണ്ട് എന്നാണ് പറയണത്. 200 വർഷം പഴക്കങ്ങളുണ്ട് എന്നാണ് പറയണത്. പത്രത്തിൽ വരെ ഉണ്ടായിരുന്നു അത് ന്യൂസ്. അപ്പൊ അതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് കുഴിച്ചെടുത്ത സമയത്ത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിന് വേറൊരു കംപ്ലൈന്റ് ഇല്ല, വേറൊരു പ്രശ്നങ്ങളില്ല. അപ്പൊ അതാണ് ഇതിന്റെ ബലം. നമുക്കറിയാതെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ള ഒരു കാലത്ത് കംപ്ലൈന്റ് വരില്ല എന്നുള്ള ഉറപ്പ് നമുക്കറിയാം. ഞങ്ങളുടെ കൂലത്തൊഴിലാണ്, മൺപാത്ര നിർമ്മാണം ഞങ്ങളുടെ കൂലത്തൊഴിലാണ്. അതുകൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് മണ്ണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് അറിയാം ഏതാണ് നല്ല മണ്ണ് പൊട്ട മണ്ണ് എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നല്ല മണ്ണ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് നല്ല ഉറപ്പ് പറയാൻ പറ്റും. അതിനൊരു കാരണവശാലും ഒരു കംപ്ലൈന്റ് വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ഉണ്ട്. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഡെലിവറി ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോ നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യും, എല്ലായിടത്തേക്കും നമ്മൾ ചെയ്യും. അപ്പൊ ഓരോ കിണറിന്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും അല്ലേ? അതെ. ഇതിപ്പോ ഇതിന്റെ സൈസ് ഇപ്പൊ എങ്ങനെയാണ്? ഇതിപ്പോ 7-ാം കോലി കിണറാണ്. നമ്മൾ ഈ വീട്ടിലേക്ക് ഇപ്പൊ അത്രയും വലിപ്പമുള്ള കിണറാണ്. അപ്പൊ അതുകൊണ്ട് ആ കിണറ്റിലേക്ക് 7-ാം കോലി കിണറാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിന്റെ താഴെ നമുക്ക് 5-ാം കോലുണ്ട്, 3-ാം കോലുണ്ട്, മേലേക്ക് 9-ാം കോലുണ്ട്, 10-ാം കോലുണ്ട്, 12 ഉണ്ട്. ഞങ്ങളെ ഭാഗത്തേക്ക് 9-ാം കോല് 10-ാം കോലൊക്കെ അവിടേക്കൊക്കെ 10-ാം കോലാണ് വരിക. റേറ്റ് മാറ്റം വരും. നമുക്കൊരു 2500 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 2500 മുതൽ 12,000-13,000 ആ വലിപ്പത്തിനനുസരിച്ച് മാറ്റം വരും. അപ്പൊ പിന്നെ ദൂരത്തൊക്കെ ആണെങ്കിൽ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കിണർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം കിണറിൽ വർക്കൊക്കെ എടുക്കണവർ ഈ ഒരു മണ്ണിലേക്ക് ഇറക്കേണ്ടത് എന്തുകൊണ്ട് നന്നായിരിക്കും. നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ പ്രകൃതിയാലുള്ള സംഭവങ്ങളുള്ളൂ, പിന്നെ കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും കൂട്ടിയിട്ടില്ല. ശുദ്ധമായ മണ്ണ് ചേർത്ത് അത് ചുട്ടെടുത്തിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ വേറെ കെമിക്കലൊന്നും വരാനില്ല. നല്ലതാണ്, കിണറിന് നല്ല വെള്ളം കിട്ടാൻ ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ബാബുവേട്ടൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വേറൊരു ദിവസം വീണ്ടും വരാം. ബായ്.